പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ന്യൂസ് ടൈംസ് പാലാ നഗരസഭയിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് വാർത്ത എത്തിച്ചിരുന്നു. എന്നാൽ പാലാ നഗരസഭയിൽ ഇപ്പോഴും ആ സസ്പെൻസ് തുടരുക തന്നെയാണ്. UDFന്റെ അനുനയ ചർച്ചകൾ ഒന്നും ഫലം കാണുന്നില്ല എന്നതാണ്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ കൗൺസിലർമാരുമായി ഒന്നിച്ചു പോകാൻ ആകില്ല എന്ന് 6 ഭരണപക്ഷ കൗൺസിലർമാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കാൻ കാരണം. ചെയർപേഴ്സണിൽ വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ട് കൗൺസിലർമാർ ഒപ്പിട്ട കത്ത് പിൻവലിക്കാൻ UDF നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ കത്ത് അവർ പിൻവലിച്ചിട്ടില്ല. ശ്രീജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യുവിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. പാലാ മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രതിപക്ഷത്തിരിക്കാനുള്ള മാൻഡേറ്റാണ് കിട്ടിയത്. കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് 10 അംഗങ്ങളുണ്ട്, ഇടതുപക്ഷത്ത് CPM 2 അംഗങ്ങളുണ്ട്, 12 പേര് ഞങ്ങൾ പ്രതിപക്ഷത്താണ്. മൊത്തം അവിടെ 26 പേരാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ 12, ബാക്കി 14 പേരെ തട്ടിക്കൂട്ടിയാണ് ഇപ്പോൾ അവരുടെ ഭരണം അവിടെ നടക്കുന്നത്. ആ 14 3 പേരെന്ന് പറയുന്നത് സ്വതന്ത്ര കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ചേട്ടനും അനിയനും മകളും. പിന്നെയുള്ള 11 പേരിൽ ഒരാൾ റിബലായിട്ട് മത്സരിച്ച ആളാണ് ഇപ്പോൾ അവിടെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്നത്. 9 പേരിൽ 3 പേര് ജോസഫ് ഗ്രൂപ്പും 6 പേര് കോൺഗ്രസുമാണ്. അതിലും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു ഭരണ പ്രതിസന്ധി വന്നിരിക്കുന്നു. ഭരിക്കുന്ന കക്ഷികളും വ്യക്തികളും ചെയർമാനും വൈസ് ചെയർമാനും ഭരണമുന്നണിയിൽ തന്നെ വളരെ പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുക. സ്വതന്ത്ര കൂട്ടായ്മയെ പിന്തുണയ്ക്കുമെന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒരു കാരണവശാലും അവരെ പിന്തുണയ്ക്കുന്നില്ല. തന്നെയല്ല, അവരുടെ പിന്തുണ വാങ്ങി നമ്മളും ഭരണത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ 12 അവർ 3 വരുന്ന 15 പേരാണ് നമുക്ക് ഭരിക്കാം. പക്ഷെ അതിനും നമ്മൾ തയ്യാറാവുന്നില്ല. ഇതാണ് ലോപ്പസിന്റെ പ്രതികരണം. ഒപ്പം ശ്രീജിത്ത്, തീർച്ചയായും നമ്മൾ കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കങ്ങൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ അതെല്ലാം ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ വിഷയം രമ്യമായി പരിഹരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കോൺഗ്രസിനും UDFനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതൃപ്തി അറിയിക്കുന്നവരോട് അനുനയിപ്പിക്കാൻ ശ്രമവുമുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുകയാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശ്രീജിത്ത്? അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അല്പസമയം മുമ്പ് ലോപ്പസ് മാത്യു, കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം ജില്ലാ അധ്യക്ഷനാണ് ലോപ്പസ് മാത്യു നടത്തിയിരിക്കുന്നത്. അതായത് പാലായിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് കളമൊരുങ്ങുന്നു എന്ന സൂചനകൾ, വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലോപ്പസ് മാത്യു നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പാലായിൽ ഒരു ഭരണം പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നീക്കമല്ല എന്നവർ പറയുന്നു. അതായത് ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ജനവിധിയാണ് ഉണ്ടായത്, അത് ഞങ്ങൾ അംഗീകരിക്കും. അതേസമയം തന്നെ അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായാൽ, ഇപ്പോൾ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായി എന്ന് തന്നെ ലോപ്പസ് മാത്യു വിശദീകരിക്കുന്നുണ്ട്. ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് സ്വതന്ത്ര അംഗങ്ങളെയാണ്. അതായത് ഈ സ്വതന്ത്ര കൂട്ടായ്മയിൽപ്പെട്ട 3 അംഗങ്ങളല്ലാതെ ഈ കോൺഗ്രസിന്റെ 6 ഉണ്ട് എന്ന് പറയുമ്പോഴും 2 പേർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. മറ്റൊരാൾ ഇപ്പുറത്തുള്ളത് കോൺഗ്രസ് വിമതയായി മത്സരിച്ചവരാണ്. അങ്ങനെ 3 പേരുണ്ട്. ഇവരിൽ ആരെയെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ഫലത്തിൽ കേരള കോൺഗ്രസ് എം നടത്താൻ പോകുന്നു എന്ന സൂചനയാണ് ഫലത്തിൽ വരുന്നത്. അതായത് അങ്ങനെ വരുമ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എം 10 സീറ്റ്, 2 CPM സീറ്റ്, മറ്റ് 3 പേരിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഭൂരിപക്ഷമായി. അതായത് ഇപ്പോഴത്തെ ഭരണം വീഴ്ത്തിക്കൊണ്ട് ഫലത്തിൽ വീണു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കേരള കോൺഗ്രസ് എം അവിടെ കളമൊരുക്കുന്നു എന്ന വളരെ വ്യക്തമായ സൂചന തന്നെയാണ് ലോപ്പസ് മാത്യു വ്യക്തമാക്കുന്നത്. ഫലത്തിൽ അതൊരു കോൺഗ്രസ് സഖ്യം എന്ന നിലയിൽ ഫലത്തിൽ വ്യാഖ്യാനിക്കപ്പെടില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഒരു പരസ്യ സഖ്യത്തിന് ഇപ്പോൾ തയ്യാറാകുന്നുമില്ല. പക്ഷെ ഈ കോൺഗ്രസിനൊപ്പമുള്ളവരാണെങ്കിലും അവർ സ്വതന്ത്രരാണ്. അവർക്ക് വിപ്പ് നൽകിയാൽ അത് ഫലത്തിൽ ബാധിക്കുന്ന നിലയാകില്ല ഉണ്ടാകുക. അപ്പോൾ ആ തരത്തിലുള്ള ചില നീക്കങ്ങൾക്കാണ് ഫലത്തിൽ ഇപ്പോൾ ശ്രമം കാണുന്നത്. പക്ഷേ അപ്പോഴും UDFന് മറ്റു ചില പ്രതീക്ഷകളുണ്ട് അഭിലാഷ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ വലിയ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും കേരള കോൺഗ്രസ് എമ്മിൽ ചില കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായി. ഷാജു തുരുത്തൻ മുൻ നഗരസഭാ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മകനൊക്കെ ജോസ് കെ മാണിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്ന അന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നീക്കം ഉണ്ടായാൽ അപ്പുറത്തൊരു ഭിന്നിപ്പ് നടത്തുക എന്ന രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഇന്നലെ ചർച്ച പൂർത്തിയായി, അനുനയ ചർച്ച അത് വിജയിച്ചിട്ടില്ല. 26-ന് ശേഷം മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിൽ അവിശ്വാസ നോട്ടീസ് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ പിന്നീട് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ഇവരെ അനുനയിപ്പിക്കാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു രാഷ്ട്രീയ നീക്കമായി കരുതുന്നത്. അങ്ങനെ സങ്കീർണമാണ് പാലയിലെ രാഷ്ട്രീയങ്ങൾ. എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. എല്ലാ മുന്നണികളും
വലിയ തന്ത്രങ്ങൾ മെനയുന്നു. പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് നല്ല സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ആ നിലയിലുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നു. തൊട്ടിപ്പുറത്ത് കോൺഗ്രസും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ മറികടക്കാം എന്ന നിലയിലുള്ള ആലോചനകൾ തുടരുകയാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും അവിടെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസിന്റെ പ്രതികരണമായിരുന്നു. തിരുവനന്തപുരം എന്നാണ് തെറ്റായി പറഞ്ഞത്. അപ്പോൾ ശ്രീജിത്ത്, ഈ പ്രതികരണങ്ങൾ, അതായത് നമ്മൾ ഇന്നലെ പ്രധാനമായും ചില സാധ്യതകൾ ചർച്ച ചെയ്തിരുന്നല്ലോ. അതായത് കേരള കോൺഗ്രസ് എമ്മിന് ഒരു പരിധിവരെയെങ്കിലും UDF പ്രവേശനം, അതിൻ്റെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും നമ്മൾ സൂചിപ്പിച്ചു വെച്ചതാണ്. അന്തിമമായി നമുക്ക് എന്താണ് ശ്രീജിത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഈ കൗൺസിലർമാരെ, അതായത് UDF കൗൺസിലർമാരെ അനുനയിപ്പിച്ച് തന്നെ ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുക, അതിന് തന്നെ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നാണോ? അഭിലാഷ്, ഇത് സാധ്യതകൾ മാത്രമാണ്. അങ്ങനെ ഒരു നീക്കം ഇപ്പോഴും കോൺഗ്രസിന് അതിൽ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിൽ കൂടി ചില വിള്ളൽ വരുത്താനുള്ള നീക്കങ്ങൾ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അതല്ല എങ്കിൽ ഫലത്തിൽ കോൺഗ്രസിനൊപ്പമുള്ള കോൺഗ്രസുകാരെന്നറിയപ്പെടുന്ന കൗൺസിലർമാരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഫലത്തിലൊരു പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന നിലയിൽ പറയാൻ കഴിയുന്ന നിലയിൽ കേരള കോൺഗ്രസ് എം അധികാരത്തിലേക്ക് നേരിട്ട് എത്തിയിട്ടില്ലെങ്കിലും പുറത്തു നിന്നുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണമാറ്റത്തിന് സാധ്യത ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് സഖ്യം എന്നത് അംഗീകരിക്കാൻ കോൺഗ്രസിനും അപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായതിന് മാസങ്ങൾ മാത്രം അകലെയാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സഖ്യം ഉണ്ടായാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഭാവിയിൽ അങ്ങനെ ഒരു സഖ്യ സാധ്യത തന്നെയാണ് നമുക്ക് കാണേണ്ടി വരിക. എന്തായാലും തുലാസിലാണ് പാലാ നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണ നീക്കങ്ങൾ. ഭരണം അത് എങ്ങനെ അവസാനിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രതീക്ഷയിൽ ഇപ്പോഴും കോൺഗ്രസ് കൈവിട്ടിട്ടില്ല. ഇനിയും ദിവസങ്ങൾ, ഇപ്പോൾ അർജൻസി ഒന്നുമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുക. കാരണം ഇപ്പോൾ അവിശ്വാസമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന് ഇനി സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാം. ഇപ്പോൾ ഉള്ളത് വ്യക്തിപരമായ തർക്കങ്ങളാണ്, രാഷ്ട്രീയമായ തർക്കങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത്. യെസ്, ആ നിലയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് തന്നെ എന്തു മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിലുണ്ടാകാം. അക്കാര്യം നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നത് അതും ഈ മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.